നമസ്കാരം. പരസ്യപ്രചാരണം അവസാന നിമിഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ കൊട്ടിക്കലാശം ഇനി സമാപിക്കാൻ പോകുന്നു. ഇനി 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. 6 മണി വരെയായിരുന്നു പരസ്യപ്രചാരണത്തിന്റെ സമയം നൽകിയിരുന്നത്. ആവേശം ഒട്ടും ചോരുന്നില്ല. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് വരെ ഓരോ മണ്ഡലങ്ങളിലും ആവേശ തിരയിളക്കം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടത്. ഇപ്പോഴും കൊട്ടിക്കലാശം തുടരുന്നുണ്ട്. ഓരോ ബ്യൂറോകളിൽ നിന്നുള്ള വാർത്തകളിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. അവസാന നിമിഷം എത്തരത്തിലുള്ള ആവേശമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയേണ്ടതുള്ളത്. ഗംഭീരമാക്കി കൊട്ടിക്കലാശം, ചെണ്ടമേളവും ബാൻഡ് മേളവും ഉൾപ്പെടെയുള്ള വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുള്ള വലിയ രീതിയിലുള്ള വർണ്ണവിസ്മയങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, തിരുവനന്തപുരത്ത് നമുക്കറിയാം വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശം തന്നെയാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കാറ്. ഇത്തവണയും ഒട്ടും ചോർന്നില്ല ആവേശം. എങ്ങനെയായിരുന്നു അവസാന നിമിഷത്തെ കാഴ്ചകൾ? തീർച്ചയായും ഇപ്പോൾ കൊട്ടിക്കലാശം അവസാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം കൊട്ടിക്കലാശത്തിൻ്റെ അവസാന സമയം അതിൻ്റെ രസം കൊല്ലിയെ പോലെ മഴയെത്തിയെങ്കിൽ പോലും തിരുവനന്തപുരത്തെ പേരൂർക്കടയിലായിരുന്നു എല്ലാ പ്രവർത്തകരും ഒത്തുചേർന്നുകൊണ്ട് ഈ 40 ദിവസം നീണ്ടുനിന്ന പ്രചരണ പരിപാടികൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം നടന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റേത് ആറ്റിങ്ങലുമായിരുന്നു. തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ 3 സ്ഥാനാർത്ഥികളും എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വളരെ ഉയരത്തിൽ ക്രെയിനിൽ, അത് മാത്രവുമല്ല UDF സ്ഥാനാർത്ഥി ശശി തരൂരിനോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ ഉൾപ്പെടെയുള്ളവർ പ്രചരണ രംഗത്തായി അവസാന കൊട്ടിക്കലാശ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു. യുവാക്കളുടെ പിൻബലത്തോടെ യുവാക്കളുടെ ഒരു റാലി നയിച്ചാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും എത്തിയത്. അത്തരത്തിൽ എല്ലാവിധത്തിലുള്ള ആവേശവും ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശമാണ് തീർച്ചയായും തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ നടന്നത്. അതുപോലെ തന്നെ ആറ്റിങ്ങലിലേക്ക് എത്തുമ്പോഴും ആറ്റിങ്ങലിലും ഒരു ശകലം പോലും സമയം നൽകാതെ ഏകദേശം 3 മണിയോടുകൂടി തുടങ്ങിയ കൊട്ടിക്കലാശം ഇടതടവുകളില്ലാത്ത പ്രശ്നങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോയി. 3 സ്ഥാനാർത്ഥികളും ആറ്റിങ്ങലിലെത്തി. അത്തരത്തിൽ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും, നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളാണുള്ളത്, തിരുവനന്തപുരവും ആറ്റിങ്ങലും. നമ്മൾ പ്രചരണ വേളകളിൽ ഈ 3 മുന്നണികളിൽ നിന്ന് എന്തെല്ലാം കണ്ടുവോ അതിൻ്റെ തന്നെ ഒരു പരിസമാപ്തിയായിരുന്നു കൊട്ടിക്കലാശത്തിലും കാണുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കൊട്ടിക്കലാശം വലിയ പ്രശ്നങ്ങളില്ലാതെ ഇന്ന് വൈകുന്നേരം മുതൽ തിരുവനന്തപുരത്ത് നിരോധനാജ്ഞയുണ്ട്. പോലീസ് വകുപ്പ് 134 അനുസരിച്ചാണ് സംഘം ചേരുന്നതിനൊക്കെ വിലക്കുകളുണ്ട്. പ്രത്യേകിച്ചും സംഘർഷ സാധ്യതയുള്ള ചില മേഖലകൾ കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും അതിശക്തമായ ഒരു കൊട്ടിക്കലാശമാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ കൊല്ലത്തും ശക്തമായ രീതിയിൽ 3 സ്ഥാനാർത്ഥികളും ചിന്നക്കടയിലെത്തുകയും അവർ പ്രത്യേകിച്ചും NDAയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആകട്ടെ കുടുംബസമേതമാണ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാനെത്തിയത്. NK പ്രേമേന്ദ്രൻ ഉണ്ടായിരുന്നു, UDF സ്ഥാനാർത്ഥി. അപ്പോൾ അത്തരത്തിൽ ഈ 40 നാൾ നീണ്ടുനിന്ന പ്രചരണ വേളയിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയോ അതിനെല്ലാം പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള വലിയ തരത്തിലുള്ളൊരു കൊട്ടിക്കലാശം, അണികളിലെ ആവേശം, ആ പ്രവർത്തകരിലെ ആവേശം അല്പം പോലും ചോരാതെയുള്ള ഒരു വലിയ കൊട്ടിക്കലാശത്തിനാണ് ഈ തെക്കൻ ജില്ലകൾ സാക്ഷിയായത് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. മാത്രവുമല്ല അല്പസമയം മുമ്പാണ് മഴ തുടങ്ങിയത്. ഏകദേശം 5:50 കൂടിയാണ് തിരുവനന്തപുരത്ത് മഴ തുടങ്ങിയത്. തിരുവനന്തപുരത്ത് എല്ലാ പ്രാവശ്യവും ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കൊട്ടിക്കലാശം കാണുന്നതിന് വേണ്ടി തടിച്ചുകൂടുന്നത് പേരൂർക്കടയിലാണ്. പേരൂർക്കടയിൽ ഏകദേശം 2 മണിയോടുകൂടി തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ജാഥകളും ഒപ്പം വിവിധ തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ നാടൻ പാട്ട് പാടുന്ന സംഘങ്ങൾ, ബാൻഡ് മേളം, ചെണ്ടമേളം തുടങ്ങി നിലക്കാവടി തുടങ്ങിയവയെല്ലാം തന്നെ ഒരു ഉത്സവ പ്രതീതി ജനിപ്പിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശമായിരുന്നു തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ നടന്നത്. അത്രയധികം പ്രവർത്തകർ അവിടേക്ക് എത്തി. വലിയ പ്രശ്നങ്ങളില്ലാതെ സംഘർഷങ്ങളില്ലാതെ ഇത് നിയന്ത്രിക്കുവാൻ പോലീസിനും കഴിഞ്ഞിരുന്നു. ആറ്റിങ്ങലിലും അത്തരത്തിൽ ആറ്റിങ്ങൽ കച്ചേരിപ്പടിയിലായിരുന്നു ഈ കൊട്ടിക്കലാശം നടത്താൻ തീരുമാനിച്ചിരുന്നത്. അവിടെയും പോലീസ് നൽകിയ മാർഗനിർദ്ദേശങ്ങൾ അതേപടി പാലിച്ചുകൊണ്ട് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. കൊല്ലത്ത് ചിന്നക്കടയിലുമായിരുന്നു. എന്തായാലും അവസാന നിമിഷങ്ങളിൽ മാത്രമാണ് തിരുവനന്തപുരത്ത് നേരിയ തോതിൽ മഴയെത്തിയത്. ബിനോയ് പറഞ്ഞതുപോലെ തന്നെ 40 നാൾ നീണ്ട പ്രചാരണം തീരുമ്പോൾ കളം നിറഞ്ഞ് കവിഞ്ഞതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നണികൾ. അങ്ങനെ പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചാരണത്തിലേക്കാണ് മുന്നണികൾ നീങ്ങുന്നത്. ഇത്തവണ പുതുചരിത്രം എഴുതുമെന്ന് തന്നെയാണ് എല്ലാ മുന്നണികളും പറയുന്നത്. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളും അവരുടെ അണികളും
ഒരേ സ്ഥലത്ത് സംഗമിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശത്തിൻ്റെ ആവേശ കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ നമ്മൾ കേരള വിഷൻ പ്രേക്ഷകർ കണ്ടത്. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ ആവേശകരമായ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. ചെണ്ടമേളവും ബാൻഡ് മേളവും ഒക്കെയായിട്ടുള്ള വലിയ രീതിയിലുള്ള ആവേശ തിരയിളക്കം തന്നെയാണ് നമുക്ക് ഓരോ മണ്ഡലങ്ങളിൽ നിന്നും കാണാൻ കഴിഞ്ഞത്.